ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, ഗുരുദർശനത്തിന്റെ 13-ാം ദിവസത്തെ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ധന്യൻ മാർ ഇവാനിയോസ് പിതാവിന്റെ ഓർമ്മ പെരുന്നാളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ പിതാവ് രചിച്ച വിശുദ്ധ കുർബാന ഒരു ധ്യാന പഠനം എന്ന ഗ്രന്ഥത്തിലെ വിശുദ്ധ കുർബാന അനുഭവങ്ങളുടെ ഒരുക്കം എന്ന 10-ാം അധ്യായത്തിലെ ചില ചിന്തകളാണ് നാം ഇന്ന് മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ജനനം, പരസ്യ ജീവിതം, പെസഹ, മരണം, ഉദ്ധാനം, സ്വർഗാരോഹണം, പരിശുദ്ധാത്മാവിന്റെ ആഗമനം, യേശുവിന്റെ രണ്ടാമത്തെ വരവ് എന്നിവയെല്ലാം വിശുദ്ധ കുർബാനയിൽ നാം അനുസ്മരിക്കുന്നു. രക്ഷാകര ചരിത്രത്തെ ഓർത്ത് ദൈവജനം തങ്ങളുടെ സൃഷ്ടാവും നാഥനുമായ ദൈവത്തെ ആരാധിക്കുന്നതും സ്തുതിക്കുന്നതും നന്ദി പറയുന്നതുമായ കൂദാശയാണ് വിശുദ്ധ കുർബാന. 9-ാം അധ്യായത്തിൽ വന്യപിതാവ് യേശുവിന്റെ തന്നെ വാക്കുകളിലൂടെ ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു: എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 56-ാമത്തെ വാക്യങ്ങളാണിവ. യേശുവിന്റെ ജീവിതത്തോട് ഒരുവൻ പൂർണ്ണമായി ഇഴുകിച്ചേരുന്നത് ഈ കൂദാശ വഴിയാണ്. മാമോദീസായിലും മൂറോൻ അഭിഷേകത്തിലും ഒരുവൻ സ്വീകരിച്ച ദൈവകൃപ പൂർണ്ണമാക്കുവാൻ വിശുദ്ധ കുർബാനയുടെ സ്വീകരണം അത്യാവശ്യമാണ്. അതിനാലാണ് മലങ്കര സഭയിൽ ഇവ മൂന്നും ഒന്നിച്ച് നൽകുന്നത്. നാം ശിശുക്കളായിരുന്നപ്പോൾ ഈ കൂദാശകൾ സ്വീകരിച്ച് ദൈവകൃപയിൽ പങ്കുകാരായി. വിശുദ്ധ കുമ്പസാരത്തെക്കുറിച്ച് ധന്യൻ മാർ ഇവാനിയോസ് പിതാവ് വിശേഷിപ്പിക്കുന്നത് ആത്മാവിന്റെ സ്നാനം എന്നാണ്. ആത്മാവിന്റെ സ്നാനം നടത്തിയെങ്കിൽ മാത്രമേ ഒരു വ്യക്തി വിശുദ്ധ കുർബാനയിലൂടെ ആത്മീയ ഭക്ഷണം സ്വീകരിക്കാൻ പ്രാപ്തനാവുകയുള്ളൂ. ഇത് ഒരു വിശ്വാസിയുടെ ആത്മീയ യാത്രയിലെ യാത്രാഭോജനമാണ്. ഉള്ളിലേക്ക് സ്വീകരിച്ച സ്നേഹം ആകുന്ന ദൈവത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ ഈ യാത്രാഭോജനം ഒരുവനെ ശക്തനാക്കുന്നു. മാർ ഇവാനിയോസ് പിതാവിന്റെ മഹാവാക്യമായ ഉത്തമം ദൈവസേവനം അത്യുത്തമം ദൈവസമ്പാദനത്തോട് ചേർത്ത് വെക്കുമ്പോൾ വിശുദ്ധ കുർബാന സ്വീകരണം എന്ന് പറയുന്നത് ദൈവസമ്പാദനമാണ് എന്ന് നമുക്ക് വ്യക്തമാകും. ഒരു ഉത്തമ വിശ്വാസി എന്ന നിലയിൽ കഴിയുന്നതും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുക എന്നത് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. അതിനാൽ നമുക്ക് വിശുദ്ധ കുർബാനയിൽ ആദ്യ അവസാനം ഭക്തിപൂർവ്വം പങ്കുകൊള്ളുകയും ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്യാം. ദൈവം നാം ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.